നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഉലന്താനു ബറാത്തൻ ടെമ്പിൾ. ബാലിയിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 70 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് വൈറലായ ഫോട്ടോസുകളുള്ള ഒരു അമ്പലമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്, ഒരു ദ്വീപാണ്. അതിൻ്റെ നടുക്ക് ഫ്ലോട്ടിങ് രീതിയിൽ ചെയ്തിരിക്കുന്ന അമ്പലം. അപ്പം ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൂടെ പോരെ. അപ്പം നമ്മൾ നേരെ ഉലന്താനു ബർദൻ ടെമ്പിളിലേക്ക് പോവുക കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് എന്തൊക്കെയാണ് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമുക്ക് നേരെ അകത്തേക്ക് വരാം. ഇവിടെ കാണാം, വെൽക്കം ടു ഉലന്താനു ബർദൻ ടെമ്പിൾ. ടിക്കറ്റ് കൗണ്ടർ കാണാം, ലോക്കറ്റ് എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. ബാലിനി ഭാഷയിലെ ലോക്കറ്റ് എന്നാണ്, ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പം ഒരുപാട് വിദേശികളൊക്കെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാണാം. അപ്പോൾ 4 ടിക്കറ്റാണ് വേണ്ടത്. 4 ടിക്കറ്റിന് വേണ്ടി 3 ലക്ഷം രൂപ. ഇവിടെ കണ്ടില്ലേ, 1 ലക്ഷം രൂപയുടെ ഉറ്റ നോട്ടാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. അത് നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ ഏകദേശം 1650 രൂപയേ ഉള്ളൂ കേട്ടോ. 1650 രൂപ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് പരിശോധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരെയായിട്ട് അങ്ങനെ കയറ്റി വിടുകയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ജലദേവതയായിരുന്ന ദാനുവിന് വേണ്ടി അന്നത്തെ ദാനുദേവിക്ക് വേണ്ടി അന്നത്തെ രാജാവ് 1633 പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ജലക്ഷേത്രമാണിത് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഭംഗിയുള്ള ക്ഷേത്രം. ഈ ബാലി എന്ന് സെർച്ച് ചെയ്യുമ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ഈ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് വരുന്നത് ഈ ഉലന്താനു ബർദൻ ടെമ്പിളിൻ്റെയാണ്. ഇത് കണ്ടില്ലേ, പൂക്കളൊക്കെ ഉണ്ടല്ലേ, നല്ല വെറൈറ്റികളായ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഈ നിർമ്മിതികളൊക്കെ പല വെറൈറ്റി നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. തടിയിൽ ഒരു ചിമ്പാൻസി കുരങ്ങൻ്റെ രൂപം പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്ന തടിയിലാണ്. ഇതെല്ലാം സിമെൻറ്റിലെ കാര്യങ്ങളൊക്കെ കുറവാണ്, എല്ലാം നാച്ചുറലായിട്ട് ഉള്ള ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ അത് അവിടുത്തെ ഒരു കലാരൂപം, ഇവിടുത്തെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ബാലിനി യുവതിയുടെ സുന്ദരിയുടെ ഒരു സ്റ്റാച്ചു കാണാം. നല്ല ജീവനുള്ള രീതിയിലുള്ള സ്റ്റാച്ചു അത് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല കാഴ്ചകൾ. അപ്പം നമ്മളിങ്ങനെ നടന്നു വന്നു കഴിയുമ്പോൾ ബാലിയുടെ ഐക്കോണിക്കായിട്ടുള്ള ഒരു പഗോഡ, ഒരു ഗേറ്റ് കാണാം. നേരെ ഇവിടെ ബാലിയിൽ എവിടെ ചെന്നാലും ഈ ഒരു ബാലി ഗേറ്റ് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ അവിടെ ഒരു പഗോഡയാണത്, കാണാൻ പറ്റും. ഒരുപാട് വിദേശികൾ, ചൈന, റഷ്യ, ജപ്പാൻ, അങ്ങനെ ജർമ്മനി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് വിദേശികളാണ് സന്ദർശനം വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കപ്പിൾസ് ഒരു ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യൂ നിൽക്കണം. നമുക്കവിടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ കപ്പിൾസ് അവിടെ പല പോസുകളിൽ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാര ഗേറ്റ് എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്, ഇതേ സെയിം ഇതുണ്ട്. അവിടെ നമ്മളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ 3000 രൂപ ഇന്ത്യൻ മണി കൊടുക്കണം. ഇത് കണ്ടില്ല, പല പോസിലാണ് ഒരു ഫോട്ടോസ് എടുക്കുന്നത്. നമ്മളതിന് മുതിരുന്നില്ല, കാരണം നമ്മൾ കപ്പിൾസ് അല്ല. അപ്പം നമ്മളതിന് വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് സമയം പോകും. നമ്മളവിടെ നിന്ന് ഇനി അകത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണേ. ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലില്ലാത്ത രീതിയിലുള്ള ഒരുപാട് പല രീതിയിലുള്ള വെറൈറ്റി ചെടികളുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ചില കളറുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ ഏപ്രിൽ ലില്ലിയൊക്കെ പോലെ തന്നെ സെയിം തന്നെ ഒരു ചെടിയാണ്. അതിൻ്റെ പല കളറിലുള്ള പൂക്കളുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കഴിയുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിൽ റെഡ് വരകൾ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല രീതിയിലത് പരിപാലിച്ച് പോരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ റെഡ് ഉണ്ട്, റെഡ് കളർ, നമ്മുടെ ചെമ്പരത്തിപ്പൂ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൽ നിറച്ചും ഫ്ലവറുണ്ട്, കാരണം ഇവിടുത്തെ കാലാവസ്ഥ അതുപോലത്തെയാണ്, നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്.
ഡിസംബറൊന്നും ആയിട്ടില്ല, നവംബർ മാസമായിട്ട് ഇതുപോലെ നല്ല നല്ല കാലാവസ്ഥയാണ്. പിന്നെ ഈ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും അതിനൊരു കാരണമായിരിക്കും കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ആണ്. സമാധാനമായിട്ടിരിക്കാനും നല്ല പോസിറ്റീവ് ഒരു മൈൻഡ് കിട്ടും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ശരിക്കും ഇവിടെ ഒരു ഈവനിങ് ടൈം ആയിരിക്കും നല്ലത് എപ്പോഴും. കാരണം ഒരു എന്താ പറയുന്നത്, ഈവനിങ് ആകുമ്പോൾ തണുപ്പിച്ചിരി കൂടുമെന്നേ ഉള്ളൂ. നല്ല രസമായിരിക്കും ഇവിടെ നിന്ന് സൺസെറ്റൊക്കെ കാണാനുള്ളൊരു ഇതുണ്ട് കേട്ടോ. ഒരു തടാകത്തിൽ നമ്മുടെ ഊട്ടി ലേക്ക് പോലെ വലിയൊരു ലേക്കുണ്ട്. കൃത്രിമ തടാകമല്ലത്. ഇതിൽ ബോട്ടിംഗ് ഉണ്ട്. ഇല്ല, നല്ല രസമുള്ള ചെടികളാണ്. ബോട്ടിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കങ്ങനെ പ്രൈവറ്റ് ബോട്ടുകളുണ്ട്, ചെറിയ ചെറിയ പെഡൽ ബോട്ടുകൾ സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് കണ്ടില്ലേ, അരയന്നങ്ങളുടെ ഷേപ്പുള്ള ഇത്. നമ്മുടെ ഊട്ടിയിലേക്ക് ചെന്ന് കഴിയുമ്പം ഈ സെയിം സാധനങ്ങൾ കാണാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ കേട്ടോ. നല്ല ആ മഞ്ഞും ആ മലകളും വെള്ളവും എല്ലാം കൂടെ ചേർന്ന് പ്രകൃതി ശരിക്കും കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു സ്ഥലമെന്ന് തന്നെ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ ബാലിയിൽ വന്നതിൽ ഒട്ടും നഷ്ടമില്ലാത്തൊരു യാത്ര. ഏറ്റവും ബാലിയിലെ ഓരോ സ്ഥലങ്ങളും ഇഷ്ടമാണ്, പക്ഷേ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമെന്ന് തന്നെ പറയാം കേട്ടോ. വളരെ മനോഹരമാണ്. മഞ്ഞൊക്കെ കണ്ടില്ലേ, മഞ്ഞ് പുറച്ച് നിൽക്കുന്ന മലനിരകൾ നല്ല രസമാണ്. കുറച്ച് സമയമെടുത്ത് വേണം നമ്മളെ ബാലി വരുന്നവർ കുറച്ച് സമയം കൂടുതൽ ദിവസങ്ങളെടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാം. മുഴുവൻ അങ്ങനെ ചെയ്തിരിക്കും. നമുക്ക് നോക്കുമ്പോൾ ടാറിക്കാണ് ആദ്യം ഓർത്ത, പക്ഷേ ഇതുണ്ടോ നമ്മുടെ ചെറിയ ഉരുളങ്കല്ലുകൾ ഇതൊന്ന് ടാർ ഒഴിച്ചിട്ട് നിരത്തി പ്രസ് ചെയ്തേക്കുന്നതാണ് തോന്നട്ടോ. അതോ കയ്യിൽ ഒട്ടിച്ചെടുത്തേക്കുന്നതാണെന്ന് അറിയത്തില്ല. എന്തൊക്കെ പൊസിഷനിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നവരും ഒരു പൊസിഷനിൽ, ഫോട്ടോയ്ക്ക് ഇരിക്കുന്നവർ വേറെ പൊസിഷനിൽ തൊഴുതു നിൽക്കുന്നു. എന്ത് രസം. ഒരു രക്ഷയില്ല, ഒട്ടും രക്ഷയില്ല. ഇതാ കണ്ടില്ലേ, ശരിക്കും ഈ ഒരു ഫോട്ടോ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ബാലിയെക്കുറിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഒരു പഗോഡയുടെ ഫോട്ടോ ആയിരിക്കും വരുന്നത്. ഇത് ശിവഭഗവാനും ബ്രഹ്മാവിനും വേണ്ടി പണി ചെയ്തിട്ടുള്ളൊരു പഗോഡയാണ്. ശരിക്കും വെള്ളത്തിനകത്ത് ഒഴുകി നടക്കുന്ന ഒരു ഒരു അമ്പലം പോലെ നമുക്ക് തോന്നുന്നു കേട്ടോ. കറക്റ്റ് ഇപ്പോൾ ബലിയേറ്റ സമയമാണ്, ആ സമയത്ത് തന്നെ വേണം വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ്. ഈ ലേക്കിൻ്റെ സൈഡിലെ ഈ ചെയ്ത് വെച്ചേക്കുന്ന നിർമ്മിതി, നമ്മുടെ ജോർജ് കുളങ്ങര സാറ് പറയുന്ന പോലെ ഈ നിർമ്മിതിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്ത് ബ്യൂട്ടിയാണ്. ശരിക്കും നമുക്ക് ഒരുപാട് തടാകങ്ങളും ലേക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത്. കണ്ടില്ലേ ഒരു ഗേറ്റ് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു ഐക്കോണിക് ഗേറ്റ്. ഇവിടെ എന്തേറെ ആൾക്കാരെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മത്സരിക്കുകയാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. വരുന്നവർ കേട്ടോ ബർദാൻ ടെമ്പിളിലേക്ക് എല്ലാവരും വരുമ്പോൾ ഒരിക്കലും മിസ്സാക്കരുത് ഈ പ്ലേസ്. കാരണം ബാലിയിൽ നിന്ന് കുറച്ച് ദൂരമാണിത്. അപ്പോൾ നിങ്ങൾ പാക്കേജ് എടുക്കുവാണെങ്കിലും അവരോട് പറയണം നമുക്ക് ഇതിനെ പോലെ ബർദാൻ ടെമ്പിളിൽ പോകണമെന്ന് പറയണം തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ കാണാൻ വേണ്ടി ഒരുപാട് എന്താ പറയുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ് എസ്റ്റേറ്റുകളുണ്ട്, വെജിറ്റബിൾ എസ്റ്റേറ്റുകളുണ്ട്, സ്ട്രോബെറി ഫാമുകളുണ്ട്, ഒരുപാട് ഫാമുകളുണ്ട് കേട്ടോ. അപ്പം ഈ സ്ഥലം ഒരിക്കലും നിങ്ങൾ ഈ ബർദാൻ ഉലുന്താനു ടെമ്പിൾ മിസ്സാക്കരുത്. ബർദാനിലേക്ക് വരിക. അപ്പം ഇനിയും കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം കേട്ടോ. അങ്ങ് കയറി പോകാനല്ലേ. ശരിക്കും മഞ്ഞ് ഈ ഒരു സീസൺ ആയിട്ട് പോലും, ഈ നവംബർ മാസം പോലും ശരിക്കും മഞ്ഞ്
മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. ശരിക്കും ഇതുണ്ടോ ഓരോ ഫ്ലവർ പോട്ടുകൾ ഉണ്ടോ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാച്ചുറൽ ഫ്ലവർ പോട്ടുകൾ. ഇതാ ഇവിടെ നല്ല മീനുകളൊക്കെ ഉണ്ട്, നല്ല മുഴുത്ത മീൻ. കാർപ്പാണ്, കാർപ്പ് പോണ്ടാണ്. ഇവിടെ കയറാൻ ഒരു പ്രത്യേക പാസുമാണ്. ഈ പാലമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പണികൾ നടക്കുന്നുണ്ട് പുതുതായിട്ട് ഓരോ ഐറ്റങ്ങൾ കേട്ടോ. ഇതുണ്ട് പിരമിഡ് അല്ലേ, പിരമിഡുകൾ ഉണ്ടാക്കിയേക്കുന്നുണ്ടാവും കല്ലുകൊണ്ട്. എന്ത് രസമെന്നുണ്ടോ, ചുമ്മാ നമ്മുടെ പാറക്കല്ല് പെറുക്കി. ഉലൂം ദാനു ബർദാൻ ബാലി. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇതാണ് നമ്മുടെ മരപ്പെട്ടി കേട്ടോ. ഇവിടെ കുറച്ച് മുയൽ കുഞ്ഞുങ്ങൾ അലങ്ങായിരിക്കുന്നുണ്ട് ആശാന്മാരെ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ല, നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഉള്ള പൂവാണ് കേട്ടോ. ഈ പൂവിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. എനിക്കിതിൻ്റെ പേരറിയത്തില്ല. ഇവരിവിടെ എഴുതി വെച്ചേക്കുവാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇത് വേറൊരെണ്ണം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഇതിൻ്റെ മുരിക്കലുണ്ടാകുന്ന പൂവിനെയാണ്. ഇത് കണ്ടില്ല, എന്ത് രസമെന്ന് കണ്ടോ. ആർക്കെങ്കിലും ഒരു പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ട്. ഇതൊക്കെ ഉണ്ട്, ഇത് നമ്മുടെ നാട്ടിൽ പോന്നിട്ടുണ്ട്. ഇതുണ്ട്, കളർ വെറൈറ്റികളാണല്ലേ, വെറൈറ്റി കളറുകളാണ്. പക്ഷെ ഇവർ ഓരോന്നെല്ലാം എഴുതി വെക്കുമായിരുന്നെങ്കിൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാമായിരുന്നു. ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ്. ഫുഡ് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച ആൾക്കാർ കേട്ടോ. ഹലോ, നോ അവൻ കല്യാണമാണെന്ന് ചോദിക്കുക. പക്ഷേ കല്യാണമൊന്നുമല്ല, ട്രഡീഷണലാണ്. രസമാണ്, എവിടെ തിരിച്ചു വെച്ചാലും ഫ്രെയിമാല്ലേ. ഇവിടെ ട്രഡീഷണൽ മ്യൂസിക് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമാണ്. ട്രഡീഷണൽ ബാലി, ട്രഡീഷണൽ മ്യൂസിക്. ഇവിടെ ട്രഡീഷണൽ മ്യൂസിക്കാണ്. ഇതാണ് അഞ്ചിത് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടേ. The right hand number 1, left hand number 6. Number 6, No, 1, 2, 6, yeah. 4 beat together. Continue step by step. okay. 4 beat. 1, 2, no. 1, 2, 3, 4. Back again, continue. Good, good.
കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. കണ്ടോ പൂക്കളുടെ കാര്യം പറഞ്ഞത് കണ്ടോ, എന്ത് രസമാണ് ഈ പൂവ്. ബാലിനികൾ ശരിക്കും ഭാഗ്യമുള്ളവരല്ലടാ, കാരണം പൂക്കളും ടെമ്പിളിൽ നിന്ന് വിട പറയുകയാണ്. പക്ഷേ ശരിക്കും ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുന്നത്, എന്തൊക്കെയോ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം വീണ്ടും വീണ്ടും മടങ്ങി വരാമെന്നുള്ളത്. ഇനിയിപ്പോൾ ഫാമിലി ആയിട്ടൊന്ന് വരണം. കാരണം കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ ഡ്രൈവർ പുത്തു ശരിക്കും നല്ലൊരു സഹായിയാണ്, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പുള്ളി കളിപ്പിക്കുകയൊന്നുമില്ല. ഒരു സ്ഥലത്ത് പോയാലും കമ്മീഷൻ മേടിക്കുന്ന പരിപാടിയില്ല. നമ്മുടെ പുത്തു ഇവിടെ ഉണ്ട്. പുത്തുവിനെ എല്ലാവരും കോൺടാക്ട് ചെയ്യണം. പുത്തുവിൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പുത്തുവിനെ വിളിക്കുക. പുത്തു നല്ല മനുഷ്യനാണ് കേട്ടോ. അതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പം ചാനൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.